തിരുവല്ല തിരുമൂലപുരത്ത് പൂട്ടിയ ബിവറേജ് വീണ്ടും തുറക്കാൻ ശ്രമം. നിയുക്ത MLA വർഗീസ് മാമന്റെ നേതൃത്വത്തിൽ ബിവറേജ് തുറക്കാനുള്ള ശ്രമം തടഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ ഇറക്കിവെച്ച മദ്യം തിരികെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഇത് ആരുടെ നേതൃത്വത്തിലാണ് വീണ്ടും തുറക്കാനുള്ള ശ്രമം നടന്ന മദ്യങ്ങൾ കൊണ്ടിറക്കാനൊക്കെ ശ്രമം നടന്നത്? എന്താണ് പറയുന്നത് MLA, നിയുക്ത MLA? മോദി കഴിഞ്ഞ മാർച്ചിലാണ് പുളിക്കീഴ് ഹൗസിംഗ് ബോർഡിന്റെ റവന്യൂ ടവറിൽ പ്രവർത്തിച്ചിരുന്ന ബിവറേജിന്റെ ഔട്ട്ലെറ്റ് തിരുമൂലപുരത്തേക്ക് മാറ്റിയത്. എന്നാൽ ഈ തിരുമൂലപുരം എന്ന് പറയുന്നത് സ്കൂളുകളും ആരാധനാലയങ്ങളും അടുത്തുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ MC റോഡിനരികിലാണ് ഈ ഔട്ട്ലെറ്റ് തുറന്നത്. ഇത്തരത്തിലൊരു ഔട്ട്ലെറ്റ് തുറന്നതോടുകൂടിയിട്ട് ഈ പ്രദേശത്ത് പ്രക്ഷോഭം ഉണ്ടാവുകയും ജനങ്ങൾ സംഘടിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ആദ്യ ദിനം തന്നെ മാർച്ചിലെ ഈ തുറന്ന ആദ്യ ദിനം തന്നെ ഇത് വീണ്ടും അടയ്ക്കുകയായിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തുകയും തിരുമൂലപുരത്ത് തുടങ്ങില്ല എന്നുമാണ് ചർച്ചകളിൽ തീരുമാനമുണ്ടായത് എന്നാണ് ഈ നിയുക്ത MLA വർഗീസ് മാമൻ പറഞ്ഞത്. എന്നാൽ ഇന്നലെ വീണ്ടും ഈ തിരുമൂലപുരത്തെ ഔട്ട്ലെറ്റിലേക്ക് മദ്യം എത്തിച്ചു തുടങ്ങിയത് അറിഞ്ഞാണ് നിയുക്ത MLA ആയ വർഗീസ് മാമനും അതുപോലെ തന്നെ നഗരസഭാ അധ്യക്ഷയായ സ്ലേഖയും സ്ഥലത്തെത്തിയത്. തുടർന്ന് പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ ഇറക്കിവെച്ച മദ്യം തിരികെ പുളിക്കീഴ് ബിവറേജ് ഗോഡൌണിലേക്ക് തന്നെ കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും നിയുക്ത MLAയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ച് തുറക്കാൻ ശ്രമിച്ച ഔട്ട്ലെറ്റ് വീണ്ടും പൂട്ടിച്ചത്.